ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഡിറ്റർമിനൻ്റ് എന്നുള്ള ചാപ്റ്റേഴ്സിൻ്റെ ടോപ്പിക്കുകളാണ്, ലാസ്റ്റ് ടോപ്പിക്കുകളാണ് എടുത്തിട്ട് മൈനസ് കോഫാക്ടേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു അല്ലേ. ദെൻ അതിനോടനുബന്ധപ്പെട്ടിട്ട് തന്നെ അഡ്ജോയിൻ്റ് എന്നുള്ളതും കൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പം ആ അഡ്ജോയിൻ്റ് ആൻഡ് അതിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? അഡ്ജോയിൻ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ അഡ്ജോയിൻ്റ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. എങ്ങനെയാ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ചതാണ് അല്ലേ. ഏതാ? റോ എലമെന്ററി ഓപ്പറേഷൻ ഓർ കോളം എലമെന്ററി ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. തന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. അത് കൂടാതെ ഒരു ഡിറ്റർമിനന്റ് എല്ലാം നമുക്ക് വേറൊരു മെത്തേഡ്, അതായത് കോഫാക്ടറും മൈനറും അഡ്ജോയിൻ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എപ്പോഴാണ് ഒരു മെട്രിക്സിനെ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്? അപ്പൊ നോക്കിയൊക്കെ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിംഗുലർ. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് സിംഗുലർ ആകുന്നത്. ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലർ ആകുന്നത് എപ്പോഴാ? ഇഫ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ആ ഒരു മെട്രിക്സ് എന്താകുന്നത്? സിംഗുലർ ആകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, എ ഈക്വൽ ടു മെട്രിക്സ് 1 2 4 8. കണ്ടോ? ഫസ്റ്റ് എലമെന്റ് 1, സെക്കൻഡ് എലമെന്റ് അഥവാ ഫസ്റ്റ് റോയില് സെക്കൻഡ് എലമെന്റ് 2, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 4 ആൻഡ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് 8. ദെൻ ഇതിന്റെ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു, ഡിറ്റർമിനന്റ് എനെ നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 1 into 8 ഡയഗണൽ എലമെന്റ്സിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നു, മൈനസ് 4 into 2 നെക്സ്റ്റ് ഡയഗണൽ എലമെന്റ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ എന്താ വരുന്നത്? 8 minus 8 equal to 0. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് സിംഗുലർ. എ ഈസ് സിംഗുലർ മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ബി ഈക്വൽ ടു 2 minus 3 4 minus 6 അല്ലെ. ദെൻ ഇതിന്റെ ഡിറ്റർമിനന്റ് ബി എന്താണ് വരുന്നത്? നോക്ക്, 2 into -6 എന്താ വരിക? -12. മൈനസ്, ഈ മൈനസ് എവിടുന്ന് വരുന്നതാ? ഓൾറെഡി ഉള്ള മൈനസ് ആണ്. 4 into -3 is equal to -12. That is -12 plus 12 is equal to 0. That is B is singular. സിംഗുലർ മെട്രിക്സ്. അപ്പം എപ്പോഴാണ് ഒരു മെട്രിക്സ് സിംഗുലർ ആകുന്നത്? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ആ മെട്രിക്സ് എന്താകുന്നത്? സിംഗുലർ ആകുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ ആണ്, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി നോൺ സിംഗുലർ. നെക്സ്റ്റ് എന്താ പറയുന്നത്? നോൺ സിംഗുലർ. എങ്ങനെയാണെങ്കിൽ ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അത് എന്താകുന്നത്? നോൺ സിംഗുലർ ആകുന്നത്. അപ്പം ഏതൊരു മെട്രിക്സ് ആണോ അതിന്റെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണോ 0 അല്ലാത്തത്, അങ്ങനെ അതിനെ എന്ത് പേര് പറയാം? നോൺ സിംഗുലർ. എക്സാമ്പിൾ നോക്കാം. അപ്പം എ ഈക്വൽ ടു ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ 1 4 3 2 അല്ലെ. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താ വരിക? 1 into 2 2 minus 3 into 4 എത്രയാ? ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 1 into 2 minus 3 into 4. That is 2 minus 12 equal to -10. ഇതെന്താ? നോട്ട് ഈക്വൽ ടു 0. That is A is non singular. A is നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ രണ്ട് ഡെഫിനിഷൻ അതിന്റെ നമ്മുടെ ഇൻവേഴ്സിന്റെ മുന്നോടിയായിട്ടുള്ളത് പറഞ്ഞു. എ മെട്രിക്സ് ഇമ്പോർട്ടന്റ് ആണ്. എ മെട്രിക്സ് ഈസ് എ സിംഗുലർ ഇഫ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ സിംഗുലർ എന്നും, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നോൺ സിംഗുലർ എന്നും പറയുന്നു. അപ്പോൾ രണ്ട് ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. Again
നെക്സ്റ്റ് ഒരു തിയറം പറയുന്നുണ്ട്. എന്താ നോക്കൂ. ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ മെട്രിസസ്, എയും ബിയും നോൺ സിംഗുലർ മെട്രിസസ് ആണ്, ഓഫ് ദ സെയിം ഓർഡർ, ഒരേ ഓർഡർ ഉള്ള രണ്ട് മെട്രിസസ് ആണ്. എങ്ങനെയാ? നോൺ സിംഗുലർ, എയും ബിയും ഒരു സെയിം ഓർഡർ ഉള്ള രണ്ട് നോൺ സിംഗുലർ മെട്രിസസ് ആണെങ്കിൽ ദെൻ എ ബി ആൻഡ് ബി എ ആർ ആൾസോ നോൺ സിംഗുലർ മെട്രിസസ്. എയും ബിയും നോൺ സിംഗുലർ, ഒരേ ഓർഡർ ഉള്ള സെയിം ഓർഡർ ഉള്ള രണ്ട് നോൺ സിംഗുലർ മെട്രിസസ് ആണെങ്കിൽ എ ബിയും ബി എയും, എ ബി ആൻഡ് സെപ്പറേറ്റ് നോൺ സിംഗുലർ മെട്രിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി ആൻഡ് ബി എ ആർ നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ. അങ്ങനെ ഒരു തിയറം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലപ്പം ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ ദെൻ എ ബി ഈസ് ഈക്വൽ ടു ഡാഷ്, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് വരാം, സിംഗുലർ നോൺ സിംഗുലർ അങ്ങനെ അങ്ങനെ. അല്ലെങ്കിൽ എ ബി ഈക്വൽ ടു എ ബി ആൻഡ് ബി എ ആർ നോൺ സിംഗുലർ ഓഫ് ദ സെയിം ഓർഡർ. നെക്സ്റ്റ് ഒരു തിയറം പറയുന്നത് നോക്കൂ. ദ ഡിറ്റർമിനന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മെട്രിസസ് ഈസ് ഈക്വൽ ടു the product of their respective determinants, then determinant AB equal to പറയുന്നത് നോക്കൂ. determinant AB equal to determinant A into determinant B, where A and B are square matrices of same order. എയും ബിയും ഇതേപോലെ രണ്ട് നോൺ സിംഗുലർ മെട്രിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ പ്രോഡക്റ്റിന്റെ ഡിറ്റർമിനന്റ്, the determinant value of the product of the matrices is equal to the determinant A into determinant A. അതായത് സെപ്പറേറ്റ് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം, നെക്സ്റ്റ് ഒരു തിയറം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. എ സ്ക്വയർ മെട്രിക്സ് എ ഇസ് ഇൻവെർട്ടബിൾ, അതൊന്ന് എഴുതാം ട്ടോ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ആണ് നമ്മൾ പറയുന്നത്. എ സ്ക്വയർ മെട്രിക്സ് A is invertible if and only if and only if A is non-singular matrices. എന്താ പറയുന്നത്? എ സ്ക്വയർ മെട്രിക്സ് എ ഇസ് ഇൻവെർട്ടബിൾ. ഒരു എ എന്ന മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, തന്നെ അത് ഇൻവെർട്ടബിൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇൻവേഴ്സ് ഉള്ള മെട്രിക്സിനെയാണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സിനെയാണ് ഇൻവെർട്ടബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം എ ഈസ് ഇൻവെർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് നോൺ സിംഗുലർ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇഫ് ആൻഡ് ഓൺലി ഇഫ് അത് നിർബന്ധമായും എന്ത് തന്നെയായിരിക്കും? അത് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അതായത് ഒരു നോൺ സിംഗുലർ മെട്രിക്സിനെ ഇൻവെർട്ടബിൾ ഉള്ളൂ എന്നുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു ഫോർമുല നമുക്ക് വരാം. നോക്കൂ, എ ഇൻവേഴ്സ്, ഇതാണ് ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഇതിലൊരുപാട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ നമുക്ക് ഏതൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ അതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ്, നമ്മൾ റോ എലമെന്ററി ഒക്കെ കണ്ട് ഒരുപാട് കഷ്ടപ്പാടാണ് അല്ലെ. അപ്പം അതൊന്നും കാണാണ്ട് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണേ, അല്ലെങ്കിൽ അത് കണ്ട് അതും ഇതും ശരിയാണോ ഒന്നും ചെക്ക് ചെയ്യാമല്ലോ. നമുക്ക് രണ്ട് തരത്തിലുണ്ടെങ്കിൽ രണ്ട് തരത്തിലും കണ്ടിട്ടത് സെയിം ആണോ എന്ന് നോക്കാമല്ലോ. അപ്പൊ എന്താ? എ ഇൻവേഴ്സ് എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ. അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ ഡിറ്റർമിനന്റ് എ എങ്ങനെ കാണാമെന്ന് നമുക്കറിയാം, അഡ്ജോയിന്റ് എ എങ്ങനെ കാണാമെന്നറിയാം. അപ്പോൾ അഡ്ജോയിന്റ് എനെ ഡിറ്റർമിനന്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻവേഴ്സ് എന്താണെന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പം എ ഈക്വൽ ടു ക്വസ്റ്റ്യൻ നമ്പർ 1, എ ഈക്വൽ ടു 1 2 3 4 1 1 3 4 ഇതാണ് എ എന്ന് പറയുന്നത്.
ഇതിന്റെ അഡ്ജോയിന്റ് എ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം കോഫാക്ടർ മെട്രിക്സ് നമുക്ക് കാണാലോ, സിമ്പിൾ ആയിട്ട്. സ്ക്വയർ മെട്രിക്സ് 2x2 ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ഈക്വൽ ടു പറഞ്ഞു ഇല്ലേ? എങ്ങനെയാ പറഞ്ഞത്? then interchange the diagonal element and change the sign of second diagonal element. ഈ 1നെ 4നെ അങ്ങോട്ട് മാറ്റി ഇതിന്റെ +1നെ -1 ഇട്ടു, എന്തിട്ടു? പിന്നെ 3നെ -3 ഇട്ടു. ദാറ്റ് ഈസ് adjoint A equal to the transpose of the cofactor matrix അല്ലേ? അപ്പം 4 -1 -3 1. then A inverse equal to, അതിനു മുമ്പ് നമുക്ക് എന്ത് കാണാം? ഇതിൽ നിന്നും ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് A equal to 1 into 4 minus 3 into 1 equal to 1. that is A inverse equal to adjoint A by determinant A. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 1 കൊണ്ട് മൈനസ് ഡിവൈഡ് ചെയ്യണം. by 1 is equal to 4 minus 3 minus 1 1. കണ്ടോ? അപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പിലൊന്നും ആവശ്യമില്ല. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതങ്ങനെ കാണിച്ചു എന്ന് മാത്രം. അപ്പം എത്രയും ഈസി, എത്രയും എളുപ്പത്തിൽ നമുക്ക് 2x2 ആകുമ്പോൾ നമുക്ക് അതിൽ നിന്നും ആൻസർ കിട്ടും. ഇനി 3x3 ആകുമ്പോഴാണ് പിന്നെ ഡിറ്റർമിനന്റ് വാല്യൂ കാണാനും അഡ്ജോയിന്റ് കാണാനൊക്കെ നമുക്ക് ഇത്തിരി പ്രയാസം. എന്തായാലും ഒരു പ്രോബ്ലം അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. if A equal to, find A inverse. if A equal to 1 3 3 1 3 3 1 4 3 1 3 4. എങ്ങനെയാ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്? ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? A inverse equal to adjoint A by determinant A. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഡിറ്റർമിനന്റ് A കാണാം. ഡിറ്റർമിനന്റ് A ഈക്വൽ ടു, ഓർമ്മ ഉണ്ടാവില്ല അല്ലെ? നോക്കൂ, ഫസ്റ്റ് along with R1 ഞാൻ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു 1. ഇത് ഡിലീറ്റിംഗ് ദ ith and jth കോളം. അപ്പൊ എന്താ വരാ? 4 into 4 16 minus 9 3 into 3 minus 3 into first one positive, second one negative, third one positive. അപ്പോൾ -3, ഈ 3 ഉൾക്കൊള്ളുന്ന റോ പോകുന്നു, കോളം പോകുന്നു. ബാക്കി 1 into 4 minus 1 into 3 plus 3 into ഇതും പോകുന്നു ഇതും പോകുന്നു. 3 minus 4 is equal to 16 minus 9 7 minus 4 minus 3 1 into minus 3 minus 3 plus 3 minus എന്താ വരിക? 3 minus 4 minus 1 minus 1 into minus 3 plus 3 minus 3. then 7 minus 6 equal to 1 കിട്ടുന്നു. ഡിറ്റർമിനന്റ് A equal to 1 is not equal to 0. കാരണം ആദ്യം തന്നെ അത് ചെയ്ത് നോക്കണം. എന്തുകൊണ്ടാ? നമുക്കറിയാം എന്ത്? ഇൻവെർട്ടബിൾ അഥവാ നോൺ സിംഗുലർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിറ്റർമിനന്റ് A വാല്യൂ കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദ മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റും. ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുവച്ചു, 1 എന്ന് കിട്ടി. അത് നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് A ഈസ് നോൺ സിംഗുലർ. ഇനി നമുക്ക് അഡ്ജോയിന്റ് A എന്താന്ന് കാണണം. ഫസ്റ്റ് വൺ അതിനെ ഏത് കാണണം? മൈനറും കോ ഫാക്ടറും കാണണം അല്ലേ? ഇപ്പോ M11 എന്ന് പറയുമ്പോ പറഞ്ഞോ ഏതാ പറഞ്ഞത്? ഈ 1ന്റെ ആണ് കാണുന്നത്. A11ന്റെ മൈനറാണ് M11. അപ്പോൾ ഇത് രണ്ടും ഇതും പോകുന്നു. ബാക്കി 16 minus 9 equal to 7 അല്ലേ?
അപ്പം അതിന്റെ അപ്പൊ തന്നെ എ 1 കണ്ടു വെച്ചോളാം. -1 + 1 എന്താ 2 × 7 = 7. കാരണം -1ന്റെ പവർ ഈവൺ ആണെങ്കിൽ അത് +1 ആണ്. നെക്സ്റ്റ് M12 എന്ന് പറയുമ്പോൾ ഈ എലമെന്റിന്റെ ഈ റോ പോകുന്നു, ഈ കോളം പോകുന്നു, ബാക്കി എന്തുണ്ട് 4 - 3 = 1. That is M12 = -1/3 1 + 2 × 1 = -1. M13 ഈ ഒരു 3യുടെ എലമെന്റ് നോക്കൂ, ഇതും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ 3 - 4 = -1. That is M13 ഇവിടെ A ആണ്, A12 A13 = -1/4 × -1. That is -1. ഇനിയോ M21 ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിന്റെ അപ്പൊ ഈ റോ പോകുന്നു, ഈ കോളവും പോകുന്നു, ബാക്കി എന്തുണ്ട് നോക്കൂ, ഈ റോ ഈ ഒരു കോളം, ബാക്കി 3 × 4 12 - 9 3. That is A21 -1/3 3 എവിടുന്നാ കിട്ടുന്നത് 2 + 1 × 3 = -3. M22 ഈ ഒരു എലമെന്റിന്റെ ഈ റോയും ഈ ഒരു കോളം പോകുന്നു, 4 - 1 × 3 4 - 3 = 1. That is A22 -1/4 × 1 = 1. Then M23 എന്ന് പറയുമ്പോൾ ഈ ഒരു എലമെന്റിന്റെ നോക്കുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി 3 - 3 = 0. That is A23 = -1/5 × 0 = 0. Next M31 എന്ന് പറയുമ്പോൾ ഈ എലമെന്റ് ഈ റോ പോകുന്നു, ഈ കോളവും പോകുന്നു, ബാക്കി 9 - 12 = -3. Then A31 -1/4 × -3 = -3. M32 ഈ ഒരു എലമെന്റിന്റെ ഈ റോയും ഈ ഒരു കോളവും പോകുന്നു, ബാക്കി 1 × 3 -1 × 3 3 - 3 = 0. A32 -1/5 × 0 = 0. Then M33 ലാസ്റ്റ് എലമെന്റിന്റെ ഇതും പോയി കഴിഞ്ഞാൽ 4 - 3 = 1. A33 = -1/6 × 1 = 1. അപ്പൊ നമ്മളെല്ലാ മൈനറും കോഫാക്ടറും കണ്ടു കഴിഞ്ഞു. ദെൻ നമുക്ക് എഴുതാം കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് = നമുക്ക് ഈ കിട്ടിയ മെട്രിക്സിനെ ഒന്ന് എടുത്തെഴുതാം. 7 - 1 - 1 7 - 1 - 1 -3 1 0. Next -3 0 1. That is adjoint A. Adj A എന്താ പറഞ്ഞത്, അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ ആയിട്ട് മീൻസ് അതിന്റെ ട്രാൻസ്പോസ്. അപ്പോഴെന്താ വരിക 7 - 3 - 3 -1 1 0 -1 0 1. That is A inverse = adj A by determinant A. അപ്പോൾ ഡിറ്റർമിനന്റ് A നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ എത്രയാ 1 എന്നുള്ളത്. അപ്പം ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെന്നെ വരിക, ആ ഒരു മെട്രിക്സ് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് A inverse = 7 - 3 - 3 -1 1 0 -1 0 1. അപ്പം A ഇൻവേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ചിലപ്പം അതിൽ ചോദിക്കാം വെരിഫൈ ദാറ്റ് A × adjoint A = determinant A × I. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു തിയറം കൂടെ വേണമെങ്കിൽ ഇതിനോട് പ്രൂവ് ചെയ്യാം. അപ്പോൾ A × adjoint A എന്ന് പറയുമ്പോൾ A എന്ന മെട്രിക്സിനെ ഈ കിട്ടിയ അഡ്ജോയിന്റ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഡിറ്റർമിനന്റ് A എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 1 അല്ലേ. അപ്പോൾ ഡിറ്റർമിനന്റ് A × I
അപ്പോൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് കിട്ടും. ഓക്കെ, അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇനിയിപ്പം ഇതിൽ തന്നെ ചിലപ്പം പറയും ഒരു മെട്രിക്സ് എന്താന്ന് തന്നിട്ട് a² - 4a അത് കണ്ടുപിടിക്കാനൊക്കെ പറയും. പ്ലസ് 4a + i = 0. ഷോ ദാറ്റ് a² - 4a + i = 0. അപ്പോൾ a² നമുക്കറിയാലോ എങ്ങനെ ചെയ്യാം, a × a. 4a എങ്ങനെ ചെയ്യാം, 4നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻവേഴ്സ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് a ബൈ ഡിറ്റർമിനന്റ് a. അപ്പോൾ ആദ്യം അഡ്ജോയിന്റ് അപ്പോൾ സ്ക്വയർ മെട്രിക്സ് 2/2 ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് വഴി കാണാം. 3/3 ആണെങ്കിലാണ് ഒന്ന് കുറച്ച് എഴുതാനുള്ളത്. ഏതായാലും ഒരു സ്ക്വയർ മെട്രിക്സിനാണ് ഇൻവേഴ്സ് ഉള്ളൂ. ഒരു മെട്രിക്സ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ അത് നിർബന്ധമായും അത് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് a = 0. നോൺ സിംഗുലർ ആകുമ്പോൾ ഡിറ്റർമിനന്റ് a ≠ 0. അപ്പോൾ ഒരു നോൺ സിംഗുലർ മെട്രിക്സിനാണ് ഇൻവേഴ്സ് ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് പറയുന്നു a ഇൻവേഴ്സ് = അഡ്ജോയിന്റ് a ബൈ ഡിറ്റർമിനന്റ് a. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്തായാലും വരുന്നത്. ഓക്കെ, താങ്ക് യു.